ഹായ്, ഫ്ലെയർ റൈറ്റിംഗിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിക്കാം. കഴിഞ്ഞ ക്വാർട്ടറിൽ Q2 നമ്മൾ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് ചെയ്തിരുന്നു. അതുപോലെ Q2 റിസൾട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. അതുപോലെ ഈ സെക്ടറിലുള്ള റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സെക്ടറിലുള്ള ബാക്കിയുള്ള കമ്പനികളെ നമ്മൾ മൊത്തത്തിൽ ബിസിനസ് അനാലിസിസ് ചെയ്യുകയും അവരുടെ റിസൾട്ടുകളെല്ലാം നമ്മൾ പരിശോധിച്ചിരുന്നു. ഈ ഒരു സെക്ടറിൽ ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഡോംസും ഫ്ലെയറും ആയിരുന്നു ഏകദേശം ടോപ്പിൽ നിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പരമാവധി ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് അനാലിസിസ് നന്നായിട്ട് മനസ്സിലാവും. അതിനേക്കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലേ ഉള്ളൂ അവിടെ ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോൾ അത് ഇമ്പ്രൂവ്മെന്റ് ആണോ ഉണ്ടായിരിക്കുന്നത്, അല്ലെ മാനേജ്മെന്റ് എന്തെങ്കിലും ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സ്റ്റോക്കിന് എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്താണ് നടന്നിട്ടില്ലെന്ന് അറിയാത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ബിസിനസ്സിലേക്ക് കിടക്കാം.